അല്ല, സിനിമാറ്റിക് ഡാൻസ് ആണ് പഠിപ്പിക്കുന്നത്. ഏതൊക്കെ ഡാൻസാണ് പഠിപ്പിക്കുന്നത്? സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നു. ഓക്കെ. പിന്നെ പാട്ട് പാടും. ഈ കലാ മത്സരം അല്ല, കലയോടുള്ള ഒരു ആഭിമുഖ്യം എങ്ങനെ കലയിലൂടെ വളർന്നു എന്നൊന്ന് പറയാവോ? ചെറുതിലെ തൊട്ട് ഡാൻസിനോട് കമ്പൗണ്ടായിരുന്നു. അങ്ങനെയാണ് ഡാൻസ് ഫീൽഡ് ഡാൻസുകൾ കണ്ട് സിനിമാറ്റിക് ഡാൻസ് നോക്കി പഠിച്ച് പിന്നെ ഞാൻ ഒരു ഡാൻസ് മാസ്റ്ററായും ചെന്നൈയിൽ 2000 പോയി പ്രഭുദയെ കണ്ട് ഒരു 6 മാസം അവിടെ നിന്ന് ശിക്ഷണം ലഭിക്കുകയും അതിനെ സ്വന്തം ട്രൂപ്പിട്ട് കൊല്ലത്ത് വലിയൊരു ട്രൂപ്പുണ്ട്. പാട്ട് പാടാം. ഏത് പാട്ടാ പാടുന്നത്? ഉണ്ണികളെ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം. വളരെ മനോഹരമായ ഒരു സോങ് ആണ്. നമുക്കത് പ്രസാദ് ചേട്ടൻ പാടി ഇപ്പൊ തന്നെ കേൾക്കാം. അതിനുശേഷം നമ്മുടെ സംഘനൃത്തക്കാർ ഇവിടെ അണിനിരുന്നിരിക്കുന്നു. പാട്ട് കഴിഞ്ഞ് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും നമ്മൾ സംഘനൃത്തത്തിലേക്ക്. ഓക്കെ, പാടിക്കോളൂ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളമൂളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. മഞ്ഞും മണിത്തെന്നലും തരും കുഞ്ഞുമ്മ കൈമാറിയും, വേനൽ കുരുന്നിൻ്റെ തൂവലാൽ തൂവാലകൾ തുന്നിയും, പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ, ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നൊമ്പരം ഒരു നാളിൽ സംഗീതമാ, പുല്ലാങ്കുഴൽ നാദമാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വളരെ നന്ദി പ്രസാദ് ചേട്ടന്റെ സംഗീതം. ഉണ്ണികളെ ഒരു കഥ പറയാം. നമുക്ക് എപ്പോഴും നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്ന, എപ്പോഴും കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. വളരെ മനോഹരമായി ചേട്ടൻ നമുക്ക് വേണ്ടി ആലപിച്ചു. ചേട്ടാ വളരെയധികം നന്ദി. ഞാൻ കുഞ്ഞുങ്ങളിലേക്ക് പോവുകയാണ് പെട്ടെന്ന് തന്നെ. മോളെ എവിടുന്നാ വരുന്നത്? ഏത് സ്കൂളിൽ നിന്നാ?